കാശി എന്ന വാരാണസി എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. കാശിയെ പല ആംഗിളിൽ ഞാൻ സങ്കല്പിച്ച് പ്രേക്ഷകരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കാശിയിൽ പോയി താമസിച്ചിട്ട് കാശി എന്ന പേരിൽ ഒരു നോവലും എഴുതിയിട്ടുണ്ട്. മാതൃഭൂമി വാരാണസിപ്പാണ് പബ്ലിഷ് ചെയ്തത്. ആ കാശി വാരാണസി എന്നുള്ള പേരിലും അറിയപ്പെടും. നമ്മുടെ ശരീരത്തിന്റെ ആജ്ഞാചക്രത്തിന്റെ സ്ഥാനമാണ് കാശിക്ക് ഉള്ളത്. കാശിക്കകത്ത് കാശിയുണ്ട്. കാശി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകൾ കാശിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലവിധ സംസ്കാരത്തിന്റെ സമന്വയമാണ് വാരാണസി. ഇത് മനസ്സിലാക്കാതെ നമ്മൾ കാശിയിൽ പോയാൽ കുറേ ആളും ബഹളവും മാത്രമാണ്. ഇപ്പൊ കാശി വീണ്ടും കെട്ടിടങ്ങൾക്കൊക്കെ മാറ്റം വരുത്തി വളരെ പരിഷ്കരിച്ചു കഴിഞ്ഞു ഇപ്പോൾ. എന്നാൽ പണ്ടത്തെ കാശി ഇങ്ങനെയൊന്നല്ല. ഞാൻ ആദ്യം കാശിയിൽ പോയ കാലത്ത് ഇപ്പോഴത്തെ കാശി കണ്ടവർക്ക് ആ കാശി ഇതേമാതിരി ഒന്നുമല്ല. പലതവണ കാശിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. ഒരു തവണ വിവേകാനന്ദ ട്രാവൽസിന്റെ യാത്രക്കാരെല്ലാം കൂടി അവിടെ എത്തിയപ്പോൾ എന്നെ കോഴിക്കോട് നിന്ന് വിളിച്ചു വരുത്തി. ഒന്ന് വരണം, എല്ലാവരോടൊന്ന് സംസാരിക്കണം, കാശി എന്താണെന്ന്. കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് പോയി. കാശിയിൽ എയർപോർട്ട് ഉണ്ട്. അവിടെ നിന്ന് 40 കിലോമീറ്റർ കാശിയിലേക്ക് പോകണം, എയർപോർട്ട് കാശിയാണെങ്കിൽ. ഈ വ്യത്യസ്ത ആചാരങ്ങളിലൊക്കെ പിന്നിൽ വളരെ അത്ഭുതകരമായതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട്. ഞാനതൊക്കെ പലയിടത്തും എഴുതിയിട്ടുണ്ട്. കാശിയിലെ പണ്ഡിതന്മാരെ കുറിച്ച്, അവിടുത്തെ സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അത്ഭുതം എന്ന് തോന്നാവുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സന്യാസിമാര്, കാഷായ വസ്ത്രം ധരിച്ചവരെ മുഴുവനും നമ്മൾ സന്യാസിമാരെന്ന് പറയും. വ്യത്യസ്തമായിട്ടുള്ള ഉപാസനകളാണ്. അഘോര മുനിമാർ അതൊരു വിഭാഗമാണ്. വേറെ കുറെ സന്യാസിമാരുണ്ട്. ചിലവരെ ചൂണ്ടിക്കാണിച്ച് എനിക്ക് പറഞ്ഞു അത് നാഗ സന്യാസിമാരാണ്. അവളെ നാഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്പം നാഗമാണ്, പരമാണുവും നാഗമാണ്, എല്ലാ നാഗത്തിന്റെ രൂപമാണ്. പ്രകൃതിയുടെ അടിസ്ഥാനം തന്നെ നാഗമാണ്. അതിൽ പലപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, സമയം രാത്രി 12 മണി. കാശിയിൽ ധാരാളം ഘട്ടുകളുണ്ട്. പലതും ശ്മശാനങ്ങളാണ്. ദശാശ്വമേധ ഘട്ട്, അതൊക്കെ ഓരോ ഘട്ടിന്റെ പേരാണ്. ദശാശ്വമേധ ഘട്ട് എന്ന നാമത്തിന്റെ അർത്ഥം തന്നെ നമ്മൾ കുറച്ചു ദിവസം പറയാൻ ഉണ്ട്. അതിൽ ഹരിശ്ചന്ദ്രഘട്ട് അതൊരു ഘട്ടമാണ്. അവിടെ കുളിക്കാനിറങ്ങുന്ന പടവുകളുണ്ട്, ഒരു ഭാഗത്ത് ശ്മശാനങ്ങളുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, കാശിയിൽ ശവഗന്ധമില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എഴുതിയത് ഞാൻ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അനുഭവത്തിലില്ല. അത് സത്യമാണ് കേട്ടോ. കാരണം അവിടെ ശവഗന്ധം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല കാശിയെ സംബന്ധിച്ചു. രാത്രി 12 മണിക്ക് ഹരിശ്ചന്ദ്രഘട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. ശ്മശാനത്തിലെ ചാരമെടുത്തിട്ട് അത്
പ്രാർത്ഥനയോട് കൂടിയിട്ട് നദിയിൽ നിക്ഷേപിക്കും. എന്താണ് സാധാരണഗതിയിൽ കുറച്ച് ചാരമെടുത്തിട്ട് അത് നദിയിൽ നിക്ഷേപിച്ചപ്പോ എന്താ പ്രത്യേകത ഉണ്ട്? ചാക്രികത എന്നൊരു കാര്യമുണ്ട്. ആ ചാക്രികത എന്ന പദത്തിൽ നിന്നാണ് ചക്രം എന്ന വാക്ക് വന്നത്. ചലിക്കുന്നത്, ക്രമേണ എന്നൊരർത്ഥമുണ്ട്, കൃതിപ്പിക്കുന്നത് എന്നർത്ഥമുണ്ട്, ചലിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് കാർത്തിയായനി എന്നുള്ള പദമൊക്കെ വന്നത്. ചാക്രികതയാണ് ഈ ലോകം. ഏത് എടുത്താലും നമ്മൾ തൽക്കാലം സങ്കടപ്പെട്ടു, ആ സങ്കടത്തിൽ അർത്ഥമില്ല എന്ന് പിന്നീട് മനസ്സിലാവും. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി മരിച്ചു, ആ കുട്ടി നമ്മുടെ പിതാവായിട്ട് മാറും. ഭാവിയിൽ പല ജന്മം എടുക്കും, പല ജന്മത്തിൽ നമ്മുടെ മക്കൾ ഇപ്പൊ നമ്മുടെ പിതാക്കന്മാരാവും. ലോകമാകെ ഒരു ചക്രം ആണ്. ആ ചക്രം കറങ്ങുന്നാട് സങ്കല്പിച്ചു, അതിന് തുടക്കൂല അവസാനമില്ല. ആവശ്യമില്ലാതെ തർക്കിച്ചിട്ട് നമ്മൾ ഇഷ്ടംപോലെ സമയം കളയുന്നുണ്ട്. അതെവിടെ എത്തില്ല. മാങ്ങയാണോ മാങ്ങയുടെ അണ്ടിയാണോ ആദ്യം ഉണ്ടായത്? അത് വെറുതെ ആലോചിച്ചിട്ട് ഈ ജന്മം വേസ്റ്റാക്കണ്ട. ആ ജന്മം ഇഷ്ടമുള്ള വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോയാൽ മതി. നമ്മുടെ ശങ്കരാചാര്യർ ഭംഗിയായിട്ട് പറഞ്ഞു, അനാദി തുടങ്ങിയിട്ടില്ലാന്ന്. കാളവണ്ടി നീങ്ങുമ്പോ ചക്രം നീങ്ങുന്നത് നമ്മൾ കാണുന്നോണ്ടാ. അതിന് തുടക്കം നമ്മൾ കാണുന്നതിനൊക്കെ തുടക്കമുണ്ട്, പക്ഷെ എല്ലാത്തിനും തുടക്കം വേണ്ട. കാലചക്രം അങ്ങനെയാണ്. അതാണ് ചാക്രികത. ഈ ചാരം അതില് പുഴയിലിടുമ്പോ വെള്ളത്തിൽ ഒഴിച്ചു പോവും. ആ ചാരം ഒരിടത്ത് കേന്ദ്രീകരിക്കപ്പെടും, പുഴയുടെ ഏതെങ്കിലും ഭാഗത്ത്. അവിടെ ചെടി മുളയ്ക്കും. ആ ചെടി നശിക്കും, നശിക്കാതിരിക്കും, വീണ്ടും അത് വെള്ളത്തിൽ കൂടെ ഒഴുകും, വേളത്തിൽ പോയിട്ട് ഒരു മരം മുളയ്ക്കും. അവിടെ കായകൾ ഉണ്ടാവും. ആ മരത്തിൽ കായകളും ഭക്ഷിക്കാൻ സസ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ മനുഷ്യനുണ്ടാകും. ആ മനുഷ്യന് നദീതീരങ്ങളിൽ ജീവിക്കും. നദീതീരങ്ങളിൽ ജീവിച്ചുകൊണ്ടാണല്ലോ നദീതട സംസ്കാരം. നദീതട സംസ്കാരമാണ്. കാരണം ആളുകൾ ജീവിച്ചത് നദികളുടെ കരയിലാണ്. കുടിക്കാൻ വെള്ളം വേണം, ഭക്ഷ്യവസ്തുക്കളും വേണം. അത് കഴിഞ്ഞിട്ട് മനുഷ്യർ ജീവിച്ചു. കുറെ പേര് കലഹിച്ചു, യുദ്ധം ചെയ്തു, കുറെ പേര് മരിച്ചു, കുറെ പേര് പ്രണയിച്ചു, കുറെ പേര് അനന്തര തലമുറകളെ വളർത്തി. ഒരു വലിയ ജീവിതം ഈ നദിയുടെ തീരത്ത് ഉണ്ടായി. അത് കഴിഞ്ഞ് നദി എത്രയോ ഒഴുകി. നർമ്മദാ പരിക്രമണം എന്നൊക്കെ ചില പദമുണ്ട്, അത് വലിയൊരു വിഷയമാണ്. അങ്ങനെ ഒടുവില് ഒരു മനുഷ്യൻ സമ്പൂർണനായി. ജീവിതത്തിനൊരു ഘട്ടത്തില് ആ മനുഷ്യൻ മരിക്കുന്നു. ആ മനുഷ്യന്റെ ശവശരീരം അരിശന്ദ്ര കട്ടിൽ ദയിപ്പിക്കുന്നു. ഇപ്പൊ എവിടെ എത്തി? ഈ ചാക്രികത ഇതുവരെ എത്തി. ഇനി ഇതിലേക്കൊരു കണക്ഷൻ കൊടുക്കണം, വീണ്ടും തുടരാൻ. ഇത് വേണമല്ലോ. ഒരു ചക്രം ഒരു റൗണ്ട് വരയ്ക്കുമ്പോൾ അവസാനം ഇവിടെ എത്തിയാൽ റാ എന്ന് എഴുതിയിട്ട് അത് പൂജ്യമാക്കി മാറ്റണമെങ്കിൽ
റാന്ന് എഴുതിയിട്ട് അവസാന ഭാഗം ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിക്കട്ടെ. ആ ചാക്രികത പരിപൂർണമാക്കാൻ ആ ചടങ്ങ് ഹരിശ്ചന്ദ്രഘട്ടിൽ നടത്തും. അതിൻ്റെ ചില പുരോഹിതന്മാർ അവിടെ ഇതായിട്ടുണ്ട്. ഒരു കാഴ്ചക്കാരന് മനസ്സിലാക്കിയ വിവരം എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷെ ഇതിൻ്റെ ആശയം അർത്ഥം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ചടങ്ങ് എന്തായിരുന്നാലും ശരി, ഈ ചാരം വീണ്ടും വെള്ളത്തിൽ നിക്ഷേപിക്കുമ്പോൾ ചാക്രികത പരിപൂർണം ആകുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ്. ഈ ചാക്രികതയെ പരിപൂർണമാക്കുക എന്ന് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.